സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഗൗരി ശങ്കരം സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡ് ധ്രുവ് പൂജയോട് പറയുന്നുണ്ട്, ഇത് ഗൗരിയുടെ വയറ്റിലുള്ള കുഞ്ഞിന്റെ ശക്തി കൊണ്ടൊന്നുമല്ല ഇങ്ങനെ സംഭവിച്ചത്. എന്തായാലും ഗൗരിക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരുവാണേലോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായില്ല അവിടെ ഓടിയെത്തുന്നത് ശങ്കറാണ്. എന്തായാലും ഇതിന് പിന്നിലെ ശങ്കർ അവിടെ ജയിലിനുള്ളിൽ വന്നിട്ടുണ്ടെന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന രീതിയിൽ ശങ്കർ പൂജയോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പം പൂജ പറയുന്നുണ്ട്, അങ്ങനെ ഇപ്പൊ ജയിലിനുള്ളിൽ അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാൻ അത് കണ്ടുപിടിച്ചിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ പൂജ ജയിലിൽ വന്നിട്ട് ഗൗരിയോട് സംസാരിക്കുന്നുണ്ട്, നീ കൂടുതൽ ഓവർ സ്മാർട്ട് കാണിക്കണ്ട, എല്ലാ കള്ളങ്ങളും ഞാൻ തെളിയിക്കുമ്പോൾ അപ്പോഴും നിന്റെ സ്മാർട്ട്നെസ് ഇതുപോലെ ഉണ്ടാവണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഗൗരി പറയുന്നുണ്ട്, അത് ഞാൻ ലക്ഷ്മി മേഡത്തിനോട് എല്ലാം പറഞ്ഞതല്ലേ, മേഡത്തിനെല്ലാം മനസ്സിലായതല്ലേ, പിന്നെ എന്താന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് നല്ല സംശയമുണ്ട്, നിന്നെ കാണാൻ ആരോ ഇവിടെ വരുന്നുണ്ടെന്നും നിന്നെ സഹായിക്കാൻ ആരോ ഇവിടെ ഉണ്ടെന്നും ആരോ നിന്നെ കാണാൻ വരുന്നുണ്ടെന്നും എനിക്ക് നല്ല സംശയമുണ്ട്. എന്തായാലും ഞാൻ കൈയോടെ പിടികൂടിയിരിക്കും എന്ന് പറയാട്ടോ ഗൗരിയോട്. എന്നിട്ട് അതിനുശേഷം നമ്മുടെ വേണിയലെ ആദർശിനെ കൂട്ടിയിട്ട് പ്രൊഫസറുടെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, ആകാശേട്ടന് ഒരു ജോലി ശരിയായിട്ടുണ്ട്, നമ്മൾ ഇവിടുന്ന് വാടക വീട്ടിലോട്ട് മാറാൻ പോവാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട് അമ്മയും പ്രൊഫസറും മുത്തശ്ശിയൊക്കെ ആകെ വിഷമിച്ച് നിൽക്കുക കേട്ടോ. അപ്പൊ ആരത്തി പറയുന്നുണ്ട്, അങ്ങനെ പോവുകയാണെങ്കിൽ പോട്ടെ, വേണി ചേച്ചിയും ചേട്ടനും പൊക്കോട്ടെ എന്ന് പറയുമ്പോ അമ്മയാണെങ്കിലും ദേഷ്യത്തിന് ഇങ്ങനെ ആരതി ഇങ്ങനെ നോക്കണല്ലേ കേട്ടോ. എന്നിട്ടാണെങ്കിൽ മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെ മാറാമെന്ന് പറഞ്ഞ് ജോലി കിട്ടിയതിന് ശേഷം മാറുന്ന കാര്യം ആലോചിക്കാന്നാ പറഞ്ഞെന്ന് പറയാ. അപ്പൊ ആകാശ് പറയുന്നുണ്ട് അത് മാറാം. അപ്പൊ വേണി പറയുന്നുണ്ട്, ആകാശ് പറയുന്നുണ്ട്, മാറുന്ന കാര്യത്തെ കുറിച്ച് ഞാനിപ്പോ ചിന്തിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയാം. അപ്പൊ വേണി പറയുന്നുണ്ട്, ആകാശിട്ട് എനിക്ക് വാക്ക് തന്നതല്ലേ ജോലി കിട്ടുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് മാറാമെന്ന്. അപ്പൊ പറയുന്നുണ്ട്, അത് മാറാമെന്ന് പറഞ്ഞ് ശരിയെന്നെ, പക്ഷെ ഇപ്പൊ മാറേണ്ട സാഹചര്യമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. സാഹചര്യമായിട്ടില്ല എന്ന് പറയാം. അപ്പം പ്രൊഫസർ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ മാറുമ്പത്തേനും അവിടെ വാടക വീടുണ്ട്, അതുപോലെ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഒരുപാട് കാശൊക്കെ ആവൂലേ. അപ്പൊ നിങ്ങൾ ജോലി ചെയ്ത് 1-2 മാസത്തെ ജോലി ചെയ്ത് ആ സാലറി കൂട്ടി വെച്ചിരുന്നിട്ട് നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് മാറാമല്ലോ, 2 മാസം കൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മാറാമെന്ന് പറയാം കേട്ടോ. അപ്പൊ വേണി പറയുന്നുണ്ട്, അത് ശരിയാണ്, പ്രൊഫസർ പറഞ്ഞത് ശരിയാണ്, നമുക്ക് 2 മാസം കഴിഞ്ഞിട്ട് മാറിയാൽ മതി എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ മഹാദേവൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ശങ്കർ അടുത്ത് പോയിട്ട് മഹാദേവനെ കുറെ നേരം ഇങ്ങനെ നോക്കിയിരുന്നിട്ട് ശങ്കർ പറയുന്നുണ്ട്, എനിക്ക് അച്ഛനെ കുറിച്ച് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, അതെനിക്ക് എന്തായാലും മാറി കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പത്തേനും മഹാദേവൻ പറയുന്നുണ്ട്, നീ എന്തോന്നൊക്കെ പറയുന്നത്, നീ കുടിച്ചിട്ടുണ്ടായിരിക്കും, നീ ഇപ്പൊ കിടക്ക് എന്നൊക്കെ പറയും കേട്ടോ, നീ എന്തായാലും വായും തുറന്നു വെച്ച് എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതിനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ശങ്കർ പറയുന്നുണ്ട്, ഞാൻ എന്റെ മനസ്സിലെ അച്ഛനെ എന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, അതെന്തായാലും മാറിക്കിട്ടി. അച്ഛൻ എന്നോട് ഇഷ്ടം ഉണ്ടായിരുന്നു, എങ്ങനെയും ഗൗരിയെ രക്ഷിക്കാൻ രക്ഷിക്കുമായിരുന്നു. അച്ഛൻ അങ്ങനെയൊന്നും ചെയ്തില്ല, അച്ഛന് രാഷ്ട്രീയം മാത്രമാണ് അച്ഛന് വലുത്, അച്ഛനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, മക്കളെയൊന്നും സ്നേഹിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും എന്റെ ഗൗരിയെ ഞാൻ രക്ഷിച്ചിരിക്കും, അച്ഛൻ്റെ ഒരു സഹായം ഇല്ലാതെ ഞാൻ രക്ഷിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം മഹാദേവൻ പറയുന്നുണ്ട്, അങ്ങനെ നീ രക്ഷിച്ച് ഇവിടെ കൊണ്ടുവരുവാണെങ്കിൽ അവളെ പൂവും വെച്ച് ഞാൻ തൊഴും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ശങ്കർ പറയുന്നുണ്ട്, ഒരിക്കലും ഞാൻ അവളെ കൊണ്ട് ഇവിടെ വരത്തില്ല, ഞങ്ങൾ വേറെ എങ്ങോട്ടേലും പോകും, എന്റെ കുഞ്ഞിനെ പോലും ഞാൻ അച്ഛനെ കാണിച്ചു തരത്തില്ല, ഇങ്ങനെ ഒരു മുത്തശ്ശി എന്റെ കുഞ്ഞിന് വേണ്ട, ഹൃദയമില്ലാത്തൊരു മുത്തശ്ശിനെ വേണ്ട, ഇത് ഒരിക്കലും എന്നെയും എന്റെ കുഞ്ഞിനെ ആരെയും അച്ഛൻ പിന്നെ കാണത്തില്ല എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് പോവാട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേനും ആകെ ദേഷ്യത്തിന് ഇങ്ങനെ മഹാദേവൻ ഇങ്ങനെ നിൽക്കുവാട്ടോ. അതിനുശേഷം നമ്മുടെ ജയിലില് ജോലിക്കായിട്ട് നമ്മുടെ ശങ്കർ ഇങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുവാട്ടോ. നിൽക്കുന്ന സമയത്ത് എല്ലാരെയും ദേഹം മൊത്തം പരിശോധിച്ചിട്ടാണ് അകത്തോട്ട് വിടുന്നത്. അപ്പൊ ശങ്കർ ആകെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുവാട്ടോ, ഇനി എങ്ങനെ അകത്ത് കയറുമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ടാണെങ്കിൽ അവിടെ അവരുടെ സെക്യൂരിറ്റി അവിടെ നിൽക്കുന്നവരോട് പറയുന്നുണ്ട്, സാറേ എനിക്ക് വയ്യ, പനിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ, ജോലിക്ക് ആളില്ലാത്തതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരുടെയും കൂട്ടത്തോടെ ഒക്കെ അകത്തോട്ട് ജയിലിന്റെ അകത്തോട്ട് കയറി പോവാട്ടോ, അങ്ങനെ രക്ഷപ്പെട്ട് അങ്ങ് കയറി പോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഗൗരി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് ശങ്കരന്റെ രുദ്രാക്ഷം ഇങ്ങനെ തറയിൽ കിടക്കുന്നതാണ്. പെട്ടെന്ന് എടുത്തിട്ട് പറയുന്നുണ്ട്, ഇതെന്റെ ശങ്കരന്റെ രുദ്രാക്ഷമാണല്ലോ, ശങ്കർ ഇതിവിടെ ഉണ്ട് എന്ന രീതിയിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിലും നമ്മുടെ ശങ്കർ അപ്പുറത്ത് നിന്ന് പറയുന്നുണ്ട്, ഗൗരി ഇത്
എന്റെ രുദ്രാക്ഷ കണ്ട് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇവിടെ ഉണ്ടെന്ന്. എന്തായാലും വരേണ്ട സമയമാണല്ലോ, കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഗൗരിയെ കാത്ത് സൈഡിൽ ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പൊ ഒരു ഹിന്ദിക്കാരൻ അവിടെ നിൽക്കുമ്പോഴത്തേന് അയാളെയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കില് നമ്മുടെ ഗൗരി ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേന് പൂജ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഇവൾ എങ്ങോട്ട് പോകുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കള്ളക്കളി ഇന്ന് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ട് ഗൗരി ഇങ്ങനെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ പൂജ. അപ്പത്തേനും നമ്മുടെ ഗൗരി ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേനും തിരിഞ്ഞ് ശങ്കർ ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്നിട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ശങ്കരനെ കാണുക കേട്ടോ ഗൗരി. പെട്ടെന്ന് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുക കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ്. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനായിട്ടോ.